പുതിയ വേരുണ്ടാക്കാൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമായിട്ട് തന്നെയാണ് ഈ കാലാവസ്ഥ മാറ്റം കൊണ്ട് ഞങ്ങൾ ചെയ്ത ഗവേഷണത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അതിന് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ മാർക്കറ്റിൽ പല പേരിൽ കിട്ടുന്നുണ്ട്. അപ്പം നമുക്കതൊരു എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറയാം. ഈ ടോഫ്കോ ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ. അതിപ്പോൾ നമ്മൾ ഒരു 2-3 തോട്ടങ്ങളിൽ ചെയ്ത് നോക്കിയപ്പോൾ നല്ല വേര് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. ഈ ടോഫ്കോ ഗോൾഡ് ഒരു 200 ml. നമ്മൾ നേരത്തെ പറയുന്ന പോലെ മൈക്കോറൈസ വാം എന്ന് പറയുന്ന ഒരു മിത്ര ഫംഗസ്, അത് വേരുണ്ടാക്കിയെടുക്കാണ്. ഓക്കെ. അപ്പൊ അത് ഒരു 1/2 കിലോ. ഓക്കെ. 200 ലിറ്റർ വെള്ളത്തിൽ 1 കിലോ പഞ്ചകാവ്യം. ഓക്കെ. ഒരു 1/2 ലിറ്റർ ഫിഷ് അമിനോ ആസിഡ്. പിന്നെ 2 കിലോ മുട്ടത്തോട്, എഗ് മീൽ 2 കിലോ. ഓക്കെ. അപ്പോ അത് 200 ലിറ്റർ വെള്ളത്തിൽ ഇട്ട് എന്ന് പറഞ്ഞാൽ മുട്ടത്തോട് മാത്രം നമ്മൾ ഒരു 6 മണിക്കൂർ മുമ്പ് സെപ്പറേറ്റ് ഇട്ട് വെക്കും. ഓക്കെ. ശരിക്കും ലയിച്ച് ചേരണം. അതെ. പ്രിയപ്പെട്ട സുധാകർ സൗന്ദര്യ സാർ, അങ്ങേക്ക് CD ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം. സാർ, നമ്മുടെ വീഡിയോ വന്നിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. ഏപ്രിൽ മാസത്തെ കൃഷിരീതികളാണ് അങ്ങ് ആ വീഡിയോയിൽ പറഞ്ഞത്. ധാരാളം പ്രേക്ഷകരാണ് അത് സ്വീകരിച്ചത്. അതൊരു സമ്പൂർണ്ണ വീഡിയോ തന്നെ ആയിരുന്നു. ഏതൊക്കെ വളപ്രയോഗങ്ങളാണ്, കീടനാശിനി പ്രയോഗങ്ങളാണ്, വിവിധ തരത്തിലുള്ള ഒരു സമ്പൂർണ്ണ വീഡിയോ ആയിരുന്നു. എങ്കിൽ പോലും ഇപ്പോൾ മണ്ണ് നന്നായി നനഞ്ഞിട്ടുണ്ട്, മഴ പെയ്തിട്ടുണ്ട്, മണ്ണ് നന്നായി നനഞ്ഞു. അപ്പോൾ വീണ്ടും അടുത്തൊരു ഘട്ടത്തിലേക്ക് മെയ് മാസം മുന്നോടിയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് പറയുമ്പോൾ പോലും ധാരാളം കർഷകർ വിളിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നെമിറ്റോഡ് അടക്കമുള്ള രോഗങ്ങൾ, ഊരൻ സിവിയർ ആണ്, ഊരൻ എത്ര മരുന്ന് മാറി ചെയ്തിട്ട് ഊരൻ മാറുന്നില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, കാലാവസ്ഥ ഇപ്പോൾ മാറ്റമാണ്. പകല് നല്ല ചൂടുണ്ട്, അതുപോലെ തന്നെ മഴ പെയ്യുന്നുണ്ട്. പ്രധാന പ്രശ്നം വേരില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാന പ്രശ്നമായിട്ട് കർഷകർ പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാര മാർഗങ്ങൾ, അതിനുശേഷം മഴക്കാല സീസൺ ആകുമ്പോഴത്തേക്ക് കീടനാശിനി പ്രയോഗം, കുമിൾനാശിനി വേണമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ, അത്തരത്തിലുള്ള വീഡിയോ ആണ് ആവശ്യം. പ്രിയപ്പെട്ട CD ബ്ലോക്ക് പ്രേക്ഷകരെ, അതുപോലെ തന്നെ ഏല കർഷകരെ, നമ്മൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ കർഷകർ കണ്ടിട്ട് അത് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുമ്മായ പ്രയോഗം എങ്ങനെ ചെയ്യണം, അതിന് അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നിക്ക് എന്താണ്, അത് ചെയ്ത ശേഷം വളപ്രയോഗത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടും ഒരുപാട് കർഷകർ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തുള്ള കാര്യങ്ങൾ എന്നു വെച്ചാൽ എല്ലാവർക്കും വേര് കുറവാണുള്ളതാണ് എല്ലാവരും ഒരു പ്രശ്നം പറയുന്നുണ്ട്. അപ്പോൾ വേര് കുറയാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ മണ്ണകത്ത് ചിലപ്പോൾ ഫാസ്ഫറസിൻ്റെ കുറവുണ്ടെങ്കിൽ വേര് കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ കാലാവസ്ഥ മാറ്റം മാറി ഇങ്ങനെ ചൂടുള്ള കാലാവസ്ഥയും തണുപ്പുള്ള കാലാവസ്ഥ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഈ വേര് കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫിസേരിയം പോലുള്ള രോഗങ്ങളുണ്ടെങ്കിലും നമുക്ക് ഈ പറയുന്ന വേര് കുറയാൻ ചാൻസ് ഉണ്ട്. അതെ. പിന്നെ അതിനോടൊപ്പം തന്നെ നിമാവിര, വേരുപുഴു ഉണ്ടെങ്കിലും ഈ വേര് കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ നല്ല ചൂടായിരുന്നല്ലോ. അതെ. അപ്പോൾ ആ ചൂടിലിരുന്ന് ഇപ്പോഴാണ് 1, 2, 3 നാൾ മഴ കിട്ടി, ചെറുതായിട്ട് മണ്ണിന് ഒരു തണുപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വേരിപ്പോൾ മെയിൻ വേര് പൊട്ടി വരുന്നുണ്ടെങ്കിലും ഈ പറയുന്ന പൊടിവേര് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എല്ലാവർക്കും ഉള്ള പരാതി. ഫൈബ്രസ് റൂട്ട് ഇല്ല. അതെ. ഫൈബ്രസ് റൂട്ട് കുറവാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ നെമറ്റോഡ് നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിസേരിയത്തെ നിയന്ത്രിക്കാനുള്ള കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ കുമ്മായം ഒളിച്ചു വളപ്രയോഗം ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ വേരുണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ, വളം കൊടുത്തവർക്ക് കുഴപ്പമില്ല, കൊടുക്കാത്തവർക്ക് നമ്മളത് പിന്നീട് വേണമെങ്കിൽ പറയാം. അപ്പോൾ വളം കൊടുത്തിട്ട് വേരില്ലേന്ന് പറയുന്നവർക്ക് നമുക്ക് ഒരു മിത്ര കുമിളുകളുടെ ആവശ്യമാണ്. പിന്നെ ചില ബയോസ്റ്റിമുലന്റ് ആവശ്യമാണ്. കാര്യം എന്നാന്ന് വെച്ചാൽ ഈ കാലാവസ്ഥ മാറുന്നതോറും അനുസരിച്ച് മിത്ര കുമിളുകൾ എത്രത്തോളം ജീവിച്ചിരിപ്പുണ്ട് നമുക്ക് പറയാൻ പറ്റും. പ്രതികൂല കാലാവസ്ഥയിൽ ചത്തുവാൻ സാധ്യതയുണ്ടല്ലേ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കാലാവസ്ഥ മാറ്റം കൊണ്ട് പൊടിവേര് ഉണ്ടാകാതിരിക്കാനുള്ള റീസൺ ഒരു ബയോസ്റ്റിമുലന്റ് കുറവുണ്ടെങ്കിലും വരാം. ഓക്കെ. ഇപ്പോൾ ഈ അബ്സസിക് ആസിഡ്, ആക്സിൻ,
IAA, NEA, ജിബ്രലിക് ആസിഡ് പോലുള്ള ബയോസ്റ്റിമുലന്റ് പുതിയ വേരുണ്ടാക്കാൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമായിട്ട് തന്നെയാണ് ഈ കാലാവസ്ഥ മാറ്റം കൊണ്ട് ഞങ്ങൾ ചെയ്ത ഗവേഷണത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അതിന് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ മാർക്കറ്റിൽ പല പേരിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കതൊരു എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറയാം. ഈ ടോഫ്കോ ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ. അതിപ്പോൾ നമ്മൾ ഒരു 2-3 തോട്ടങ്ങളിൽ ചെയ്ത് നോക്കിയപ്പോൾ നല്ല വേര് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. ഈ ടോഫ്കോ ഗോൾഡ് ഒരു 200 ml. നമ്മൾ നേരത്തെ പറയുന്ന പോലെ മൈക്കോറൈസ വാം എന്ന് പറയുന്ന ഒരു മിത്ര ഫംഗസ്, അതായത് വേരുണ്ടാക്കിയെടുക്കാണ്. ഓക്കെ. അപ്പൊ അത് ഒരു 1/2 കിലോ. ഓക്കെ. പിന്നെ നമുക്ക് NPK ബാക്ടീരിയ, അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ് ഫിക്സ് ചെയ്യുന്ന ബാക്ടീരിയാസ്, ഓക്കെ, അത് ഒരു 1/2 കിലോ. അല്ല ലിക്വിഡ് ഫോമിലുണ്ടെങ്കിൽ ഒരു 1/4 ലിറ്റർ 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് റൗണ്ടായിട്ട് ഒന്ന് അകത്തും പുറത്തും കലക്കി ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 10-15 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലപോലെ ഫൈബ്രസ് റൂട്ട് ഉണ്ടാകും, വേരിൻ്റെ മാറ്റങ്ങൾ നല്ലപോലെ ഉണ്ടാകും. ഓക്കെ. അപ്പോൾ അന്നേരം ഈ വരുന്ന ചിമ്പ് തന്നെ ഹെൽത്തി ആയിട്ട് വരും. ഓക്കെ. ശരത്തിന് കുറച്ചും കൂടി ശക്തി കൂടും. ഇപ്പൊ എല്ലാവർക്കും ശരം ഉണ്ടെങ്കിൽ ശരത്തിന് നീളക്കുറവാണ്, കരുത്തില്ല. അതെ, ഇതെല്ലാം അപ്പോൾ ശരിയാകുമ്പോൾ നമുക്കിത് ഒളിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു മെത്തേഡിൽ ബെസ്റ്റ് ആയിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു തോട്ടം തന്നെ കണ്ടാൽ എല്ലാ ശരം എല്ലാം പെർഫെക്റ്റ് ആയിട്ട്. അതെ അതെ അതെ. അപ്പൊ അതിനൊരു ഐഡിയൽ എക്സാമ്പിൾ ആയിട്ട് തന്നെ പറയാം. നല്ല വേരുണ്ട്, അതുപോലെ തന്നെ ശരമുണ്ട്. ഏപ്രിൽ 29 അതെ അതെ അതെ. അപ്പോ ആ ഒരു മെത്തേഡ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. ഇപ്പൊ സപ്പോസ് ഈ വളപ്രയോഗം ചെയ്തിട്ടില്ലെങ്കിൽ വളപ്രയോഗം ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ മെത്തേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ. അപ്പൊ നമുക്ക് നേരത്തെ നമ്മൾ ഫാക്ടംബാസ്, പൊട്ടാസ് ഒരു മൈക്രോ ന്യൂട്രിയൻസ്, അതായത് ഫാക്ടംബാസ് ഒരു 1 കിലോ, പൊട്ടാസ് ഒരു 1/2 കിലോ, മൈക്രോ ന്യൂട്രിയൻസ് ഒരു 1/4 കിലോ 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഒന്ന് കലക്കി ഒളിച്ചു കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഒളിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഒരു ചെടിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് കിട്ടി. അതായത് നൈട്രജന്, ഫോസ്ഫറസ്, പൊട്ടാസ്, പിന്നെ അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് കിട്ടിയെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ചില തെറ്റായിട്ടുള്ള സംഭവങ്ങളുണ്ട്. ബേസിക്കായിട്ട് നമ്മളോട് ഈ ഫെർട്ടിലൈസർ ആക്ട് പ്രകാരം, കേരളത്തിന്റെ ഫെർട്ടിലൈസർ ആക്ട് പ്രകാരം നോക്കിയാൽ നമുക്ക് മാക്സിമം ഫോസ്ഫറസ് ആയിട്ട്, അതായത് സൂപ്പർ ഫോസ്ഫേറ്റ് അല്ല സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് ഉള്ള വളങ്ങൾ റെക്കമെൻഡേഷനേ ഇല്ല, കുറവാണ്. അപ്പോ അങ്ങനത്തെ വളങ്ങള് കൊടുക്കേണ്ടെന്നുള്ളതാണ് ഗവൺമെന്റ് നിർദ്ദേശം. അതെന്താണ് അതിന് റീസൺ ആൾറെഡി നമ്മളോട് മണ്ണാത്ത് ഫോസ്ഫറസ് ഉണ്ട്. ഇപ്പോ ഈ ഫോസ്ഫറസ് വളങ്ങൾ കൂടുന്തോറും അവിടെ സംഭവിക്കുന്നത്, ഇപ്പൊ ഒരു ഫോസ്ഫറസ് നമ്മൾ ഒരു ചെടിക്ക് ആവശ്യത്തെക്കാട്ടിൽ ഇല്ല ഒരു മണ്ണിന് ആവശ്യത്തെക്കാട്ടിൽ നമ്മൾ കൂടുതൽ കൊടുക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആൾമോസ്റ്റ് എല്ലാ മൈക്രോ ന്യൂട്രിയൻസും നില്ലാകും. ഒന്ന്. രണ്ടാമത്തെ നമുക്ക് നോക്കിയാൽ pH ലെവൽ ബാലൻസ് ആയിട്ട് കാണത്തില്ല, അതായത് കാൽസ്യത്തിന്റെ കുറവ് വരും. നമ്മൾ ഓർക്കും നമ്മള് കുമ്മായം കൊടുത്തു, അതിന്റെ പുറകെ നമ്മൾ ഫോസ്ഫറസ് കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് സിമ്പിൾ ഒരു ഐഡിയൽ ആയിട്ട് നമുക്ക് ഇല നോക്കിയാൽ ഇലയുടെ ടിപ്പ് ഇങ്ങനെ കരിയും, അഗ്രഭാഗം. അതെ, അതായത് ഇപ്പൊ ഒരു നമ്മള് 6 to 7 വരെ pH ലെവൽ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോസ്ഫറസിന്റെ അളവ് കറക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കാൽസ്യത്തിന്റെ അളവ് കറക്റ്റ് ആയിരിക്കും. ഇപ്പൊ ഫോസ്ഫറസ് വളം കൂടുതൽ കൊടുക്കുന്തോറും ബിലോ 6 പോകുമ്പോൾ മൈക്രോ ന്യൂട്രിയൻസിന് ഇല്ലാകുന്നു. ചെടി ഒരു മുരടിച്ചതുപോലെ ചില സ്ഥലത്തൊക്കെ ചെടി ഓവറായിട്ട് വളം കൊടുക്കുന്നത്, അതായത് നമ്മൾ പറയുന്നില്ലേ ഫോസ്ഫറസ് ഓവറായിട്ട് കൊടുക്കുമ്പോഴും ചെടി മുരടിച്ചതുപോലെ ഇരിക്കും. ചിലപ്പോ നമ്മൾ വാട്ടർ സാല്യുബിൾ കൂടുതൽ കൊടുത്താലും, യൂറിയ ഫോസ്ഫേറ്റ് പോലുള്ള വളങ്ങൾ കൂടുതൽ കൊടുത്താലും സീസൺ ആകുമ്പോൾ തട്ടമറിച്ചിലുണ്ടാകും. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ pH ലെവൽ ബിലോ 6 പോകും. അപ്പൊ ബിലോ 6 പോകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് പിത്തിയം, ഫൈറ്റോപ്തോറ എന്ന് പറയുന്ന രോഗങ്ങൾ നമ്മൾ തന്നെ വരുത്തി വെക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് സീസൺ ആകുമ്പോൾ നല്ല ഗ്രീൻ ആയിരുന്നു, നല്ല ഇതായിരുന്നു, ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ചെടി ആളുകൾ തട്ടമറിച്ചില് ഉണ്ടാക്കുന്നതിനുള്ള ഇത് നമ്മളെല്ലാരും പറയുന്ന മെയിൻ റീസൺ അതാണ്. അപ്പൊ അങ്ങ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഫോസ്ഫറസ് വളം കൊടുക്കേണ്ടെന്ന് പറയുന്നില്ല. മണ്ണ് പരിശോധന ചെയ്യുക, ഫോസ്ഫറസിന്റെ കുറവുണ്ടെങ്കിൽ കൊടുക്കുക.
അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മണ്ണിനകത്ത് ഫാസ്ഫറസ് ഉണ്ടെങ്കിൽ NPK ബാക്ടീരിയ കൊടുക്കുക. അപ്പൊ ഫാസ്ഫറസ് മൊബിലൈസ് ചെയ്ത് ചെടിക്ക് അത് കറക്റ്റ് എടുത്തു കൊടുക്കും. ബേസിക് നമ്മളോട് ആസിഡ് സോയിലിനകത്ത്, ഇത് ആസിഡ് സോയിലാണ്, ആ ആസിഡ് സോയിലിനകത്ത് ഫാസ്ഫറസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ഫാക്ടംപാസിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഫാസ്ഫറസ് ഉണ്ട്, അത് കൊടുത്താൽ മതി. എക്സസ് ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോഴാണ് ഈ പറയുന്ന നമ്മള് ഇത്രയും പൈസ മുടക്കി ചെലവാക്കിയിട്ടുള്ള മൈക്രോന്യൂട്രിയൻസ് എല്ലാം നില്ലായി പോകും, രോഗങ്ങൾ നമ്മൾ വരുത്തുന്നു. അപ്പോ ഫാസ്ഫറസ് കൂടുതൽ കൊടുക്കും തോറും ചൂടുള്ള സമയത്ത് നല്ല റിസൾട്ട് ഉണ്ടാകാം, ചിമ്പ് കയറാം, ശരം കയറാം. സീസൺ ആകുമ്പോൾ അത് എൻറ്റയർലി മാറ്റം ഉണ്ടാകും. അപ്പോ എപ്പോഴും നമ്മൾ ഫാസ്ഫറസ് വളങ്ങൾ കൊടുക്കുമ്പോൾ കെയർഫുൾ ആയിട്ട് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. pH ലെവൽ ബാലൻസ് ചെയ്യണം. എബോ 7 പോയാൽ അൽഗലീൻ സോയിലായിട്ട് കൺവേർട്ട് ആകും. അപ്പോ ബിലോ 7 6 to 7 ഇടയ്ക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് pH ലെവല് ഫാസ്ഫറസ് കറക്റ്റ് ആയിട്ട് ചെടിക്ക് കിട്ടുന്ന രീതിയിലെയും, അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന മൈക്രോന്യൂട്രിയൻസ് ഉള്ള മൈക്രോന്യൂട്രിയൻസ് അല്ല, നമ്മൾ കൊടുത്ത മൈക്രോന്യൂട്രിയൻസ് ചെടിക്ക് കിട്ടുന്ന രീതിയിൽ ചെയ്യണം. അപ്പൊ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സാധാരണ എല്ലാ കൂടുതൽ കർഷകരും വിചാരിച്ചിരിക്കുന്നത് ഫോസ്ഫറസിന്റെ അളവ് കൂടുതൽ ചിമ്പുണ്ടാകുന്നതാണ്. തൈച്ചെടിക്കൊക്കെ കൂടുതൽ ഫോസ്ഫറസ് കൊടുക്കുമ്പോൾ കൂടുതൽ ചിമ്പുണ്ടാകുന്നതാണ്. അങ്ങ് പറയുന്നതനുസരിച്ച് ഫോസ്ഫറസിന്റെ ടോക്സോസിറ്റി ബാക്കി എല്ലാ വളങ്ങളും നിർവീര്യമാക്കി കളയും. വലിയ അപകടമാണ്. അതെ, അത് ഇപ്പൊ ഒരു ഫാസ്ഫറസ് അളവ് കൂടിയാലും പലപ്പോഴും എന്തുകൊണ്ട് കുമ്മായത്തിന്റെ കൂടെ ഫാസ്ഫറസ് ചേർന്നില്ല എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും ഫാസ്ഫറസിന്റെ കൂടെ ഒരു കീടനാശിനിയോ ഇല്ല ഒരു കാൽസ്യം ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഉപയോഗിക്കുന്ന പറയുന്ന മെയിൻ റീസണ് അത് നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഫാസ്ഫറസ് സംബന്ധിച്ച് ആവശ്യമുള്ള ഫാസ്ഫറസ് കൊടുക്കും. ഇപ്പൊ ഒരു വേണമെങ്കിൽ നമുക്ക് സൂപ്പർ ഫോസ്ഫേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 1/2 കിലോ 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കലക്കി ഒഴിച്ചു കൊടുക്കുക, കുഴപ്പമില്ല, ചെലവ് വളരെ കുറവായിരിക്കും. അതെ, ഇപ്പൊ റാക്ക് ഫോസ്ഫേറ്റ് ഇട്ട് കൊടുക്കുക, ഒരു 1/2 കിലോ റാക്ക് ഫോസ്ഫേറ്റ് ഇട്ട് കൊടുക്കുക. പലരും 2 കിലോ വരെ ഇടുന്നതാണ്. ഒരു 1/2 കിലോ ടു മാക്സിമം 1 കിലോ വരെ പോവാം. അത് സ്ലോ റിലീസ് ആയതുകൊണ്ട് കുഴപ്പം വരത്തില്ല, 1 കിലോ വരെ നമുക്ക് പോവാം. പിന്നെ ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് എല്ലുപൊടി ഇട്ട് കൊടുക്കാം. ക്വാളിറ്റി ആയിട്ടുള്ള എല്ലുപൊടി ഉണ്ടെങ്കിൽ ഒരു 1 കിലോ വരെ ഇട്ട് കൊടുക്കുന്നവരുണ്ട്. 30 രൂപ 35 രൂപ ക്വാളിറ്റി ആയിട്ടുള്ള എല്ലുപൊടി കിട്ടാറുണ്ട്. അപ്പൊ അത് ഇട്ട് കൊടുക്കാം. ഓവർ ആയാൽ ഇപ്പൊ ഞാൻ പറയുന്നതെല്ലാം സ്ലോ റിലീസാണ്. ഇപ്പൊ DAP അളവ് കുറച്ച് കൊടുക്കുക. DAP ഓവർ ആയാലും, അതുകൊണ്ടാണ് DAP ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ ഉണ്ടാകുന്നത്, തട്ടമുറിച്ചൽ ഉണ്ടാകുന്നുള്ള റീസൺ അതാണ്. DAP 2 കിലോ മറ്റു വളങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഇത് 1 കിലോ മതി. 1 കിലോ മതി. യൂറിയ ഫോസ്ഫേറ്റ് തന്നെ 2 കിലോ യൂസ് ചെയ്യുന്നുണ്ട് 200 ലിറ്ററിന്. അത് തെറ്റാണ്. 1 കിലോക്ക് മുകളിലോട്ട് പോകരുത് യൂറിയ ഫോസ്ഫേറ്റ്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഫാസ്ഫറസ് വളം ചെടിക്ക് ആവശ്യമാണ്, വേരുണ്ടാക്കാൻ നല്ലതാണ്, ചെടിയെ സ്ട്രെങ്ത് ആക്കാൻ നല്ലതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് pH ലെവൽ എപ്പോഴും 6 to 7 ഉണ്ടോ എന്നുള്ളത് നോക്കണം. അത് നോക്കിയില്ലെങ്കിൽ ചെടി ഗ്രോത്ത് ആകും. ശരം വരുമ്പോ നമുക്ക് മൈക്രോന്യൂട്രിയൻസിന്റെ കുറവ് കാണും. വേരുണ്ട് സാറേ എപ്പോഴും നമ്മൾ പറയുന്നത്, പക്ഷെ കായ് സെറ്റിങ്സ് ഇല്ല, വളം ചെയ്ത് യാതൊരു പ്രയോജനം ഇല്ലാതെ. ഇപ്പോ ഞാൻ തന്നെ ഇത് കഴിഞ്ഞ വർഷം അതിന്റെ മുമ്പത്തെ വർഷം ഒരു ഫീൽഡ് ട്രയൽ നടത്തിയപ്പോൾ ഈ ഫാസ്ഫറസ് വളങ്ങൾ കൂടുതൽ കൊടുക്കുന്ന സ്ഥലത്ത് സീസൺ ആകുമ്പോൾ കായ് സെറ്റിങ്സ് കുറയാനുള്ള റീസൺ ഇതുമായിരിക്കാം. മൈക്രോന്യൂട്രിയൻസ് നില്ലായി പോകുന്നു, അങ്ങനെയും വരാം. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഇത് ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇപ്പോ ഈ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കുറെ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ച ഒരു ഇതും കൂടിയുണ്ട്. അപ്പൊ അതിനകത്ത് യൂറിയ, CN 13,045 ഇതെല്ലാം ഒന്നിച്ച് ഒളിക്കാവുന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അത് ഒളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ യൂറിയയുടെ ആവശ്യം അവിടെ ഇല്ല, അതിന്റെ ആവശ്യം ഇല്ലെന്നുള്ളതാണ്. അപ്പോ പലതരത്തിലുള്ള ഈ നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ഒത്തിരി പേര് പറയുന്നുണ്ട്. ഇപ്പൊ കുമ്മായത്തിന്റെ കൂടെ കുമ്മായത്തിന്റെ കൂടെ സൾഫർ ചേർക്കണം. ഇപ്പൊ കുമ്മായത്തിന്റെ കൂടെ തന്നെ ഉപ്പ് ചേർക്കുന്നു, ബ്ലീച്ചിങ് പൗഡർ ചേർക്കുന്നുണ്ടെന്ന് പറയുന്നു. അതെല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. എന്ത് സംഭവിക്കും, എന്ത് റിയാക്ഷൻ ഉണ്ടാകും നമുക്ക് തന്നെ സിമന്റ് കലക്കി ഒഴിക്കാൻ പറയും. അതെ. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് കെയർഫുൾ ആകുക എന്നുള്ളതാണ് കർഷകരോട് എനിക്ക് പറയാനുള്ളത്. യൂറിയയിലെ നൈട്രജൻ ആണ് 13 നൈട്രജൻ ഉണ്ടല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞ ആ സ്ട്രേറ്റ് ഫെർട്ടിലൈസർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കർഷകർക്ക് ഇപ്പോ ഈ ടെക്നോളജി അഡ്വാൻസ് ആണ്, നമ്മൾ എപ്പോഴും പറയും. ഇപ്പോ നമുക്ക് വേണമെങ്കിൽ പോസ്റ്റ് മാജിക് എന്ന് പറഞ്ഞ ഈ പറയുന്ന ഫോസ്ഫറസ് കണ്ടന്റ് കൂടുതലുള്ള
അതുപോലെ തന്നെ പൊട്ടാസ് വളങ്ങളും നൈട്രജൻ അളവ് കുറവുള്ള വളങ്ങൾ ലഭ്യമാണ്. അത് ഒരു 1 കിലോ, 1 കിലോ പോസ്റ്റ് മാജിക്കും ഒരു 1 കിലോ നമ്മൾ നേരത്തെ പറയുന്ന മോളാർ, അല്ലെങ്കിൽ ഏത് മൈക്രോ ന്യൂട്രിയൻസ് ആയാലും ഒരു 1/4 കിലോ 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കലക്കി ഒളിക്കും. സിലിക്ക ബേസ് ആണ് നല്ലത്. അതെ, കലക്കി ഒളിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആവശ്യമുള്ള വളങ്ങൾ കിട്ടി. പിന്നെ നമ്മള് അതിന്റെ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് ഈ നേരത്തെ പറഞ്ഞ ടോക്കോ ഗോൾഡ് ഒരു 200 ml, വാം ഒരു 1/2 കിലോ, പിന്നെ ഇപ്പൊ വാം പൗഡർ ഫോമിൽ കിട്ടുന്നുണ്ടെങ്കിൽ 1/2 കിലോ, അല്ലെങ്കിൽ HD വാം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 25 ഗ്രാം മതി. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് NPK ബാക്ടീരിയ കൊടുത്താൽ മതി, ചേർത്ത് കൊടുക്കുക. ഇപ്പോ ചിലര് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ പോസ്റ്റ് മാജിക്കും അതിന്റെ കൂടെ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു സീവീഡ്, അസ്കോഫൈലും സീവീഡ് എന്ന് പറഞ്ഞ് ഒരു 100 ഗ്രാം ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോ അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് ഈ മിത്രകുമിളുകളും ഈ പറഞ്ഞ സംഭവങ്ങൾ കൊടുത്താൽ വേര് പെർഫെക്റ്റ് ആയിരിക്കും, ചിമ്പ് ഹെൽത്തി ആയിട്ട് വരും. പിന്നെ നമ്പേഴ്സ് ഓഫ് മെത്തേഡ് ചെയ്യുന്നുണ്ട്. എപ്പോഴും മെത്തേഡ് സിമ്പിൾ ആക്കുക. പിന്നെ ഇനി ഒരു കാര്യം പറയാം, വരുന്ന വർഷം എല്ലാവർക്കും നല്ല ക്രാപ്പാണ്, കായ്ക്ക് ഉറപ്പായിട്ടും വില കുറയും, ഉൽപാദനം കൂടിയ വില കുറയും. അപ്പോ അതനുസരിച്ച് നമ്മൾ ഓവറായിട്ട് പൈസ മുടക്കിയിട്ട് പിന്നെ പ്രോഫിറ്റ് കിട്ടിയില്ലെന്ന് പറയരുത്. അപ്പൊ അതും കൂടി ഉണ്ട്, ചെലവ് കുറയ്ക്കുക. ഞാൻ പറയുന്ന മാർഗങ്ങളെല്ലാം ചെലവ് മാക്സിമം കുറച്ച് ചെയ്യാനുള്ള മാർഗങ്ങളാണ്. ധാരാളം കർഷകർ വിളിക്കുന്ന ചെലവ് കുറഞ്ഞ ആകർഷകമായിട്ടൊരു മാർഗം എന്നുള്ള നിലയ്ക്കാണ്. അതെ, അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് ഈ പറയുന്ന ഒരു വേര് ഉണ്ടാക്കിയെടുക്കാനുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് നമുക്ക് ചെയ്യാം. പിന്നെ ഇത്രയും ക്ഷരം ഉള്ളപ്പോൾ നമുക്ക് ക്ഷരം കുറച്ചും കൂടി തെളിയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു പൊട്ടാസ്യം സോണേറ്റ് ഒരു 1 കിലോ. മൈക്രോ ന്യൂട്രിയൻസ് ഇപ്പോ സെപ്പറേറ്റ് ഉള്ള മൈക്രോ ന്യൂട്രിയൻസ് വാട്ടർ സാല്യുബിൾ ആയിട്ടുള്ളത് ബോറാൻ ഒരു 100 ഗ്രാം, EDTA ഫാമിലുള്ളത് ഒരു 100 ഗ്രാം, പിന്നെ സൈറ്റോകൈനിൻ ഒരു ട്യൂബ്, സൈറ്റോകൈനിൻ ഒരു ട്യൂബായിട്ട് കിട്ടും. അത് ഒരു ട്യൂബ് 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഇതിന് ഒരു സ്പ്രേ ചോട്ടിലെയും മുക്കാത്തട്ടയ്ക്ക് താലയും കൊടുക്കുന്നുണ്ടെങ്കിൽ ശരം നല്ലപോലെ തെളിയും, കായ്ക്ക് നല്ല ബോൾഡ് ആകും. ഇലയ്ക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, മുക്കാത്തട്ടയ്ക്ക് താല നേരെ കൊടുത്താൽ മതി. ശരമാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ കുറച്ചും കൂടി ശരത്തിന് ശക്തിയാകും. അപ്പൊ നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ പല രീതിയിലുള്ള മെത്തേഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ മെത്തേഡ് എല്ലാം ചെയ്താലും അടുത്ത് നമുക്ക് വരാൻ പോകുന്ന ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വേരുകേടാണ്. ഉറപ്പായിട്ടും നമുക്ക് ഇപ്പോഴും വേരുകേട് ചില സ്ഥലത്തുണ്ട്. അപ്പോ ഈ പുതിയ വേരുണ്ടാകുമ്പോ ഒന്ന് ഫിസേരിയം കയറി പിടിക്കാം, പിത്തിയം കയറാം, അല്ലെങ്കിൽ ഫൈറ്റോപ്തോറ കയറാം. അതിനോടൊപ്പം തന്നെ പുതിയ പൊടിവേരുണ്ടാകുമ്പോ നിമാവിരാവും കയറും. പിന്നെ ചില ചൂട് കൂടിയ വേരുകളോട് ആക്രമണം ഉണ്ടാകാൻ ചാൻസ്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഓവറാൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള മാർഗങ്ങളും കൂടി നമ്മൾ അഡ്വാൻസ് ആയിട്ട് ചെയ്തു പോകും. അപ്പൊ നമുക്ക് ഇപ്പോ വേരുകേട് ഉണ്ടെങ്കിൽ നേരത്തെ നമ്മൾ നിമാവിര നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ ചെയ്തിട്ട് വളപ്രയോഗം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. കുമ്മായം ഒളിക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ട് നെമറ്റോഡ് മാനേജ് ചെയ്യാനുള്ള ചെയ്യണം, പിന്നെ വളപ്രയോഗം. ഇപ്പോ അത് കളഞ്ഞിട്ട് നമുക്ക് വിട്ടുപോയ കാര്യം വേരുണ്ടാക്കാൻ. അപ്പൊ വേരുണ്ടാക്കാനുള്ളത് പറഞ്ഞു. ഇനി ഒരു സംശയം കൂടി അങ്ങ് പറഞ്ഞിരുന്നു, ഇപ്പൊ കുമ്മായ പ്രയോഗം ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് കാൽസിബോ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്, നല്ല റിസൾട്ട് ആണ്. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്കും ഇത് ബാധകമാണ്. അതെ, എല്ലാവർക്കും ഞാൻ പറയുന്നത് കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും ബാധകം. അപ്പൊ ഒരു 15 അല്ല ഒരു 20 ദിവസം കഴിയുമ്പോ, മെയ് പകുതി ആകുമ്പോ അല്ല മെയ് ലാസ്റ്റ് ആകുമ്പോ ഒരു നല്ല മഴ കിട്ടി, 1-2 മണ്ണ ഈർപ്പുണ്ട്, നമ്മൾ ഒരു ഫംഗിസൈഡ് പോകുന്നത് നല്ലതാണ്. എന്ത് ഫംഗസൈഡ് ആണ് ഇപ്പൊ ഫംഗിസൈഡിൽ നമുക്ക് അന്നേരം നല്ല ഒരു തണുപ്പുള്ള കാലാവസ്ഥ ഉണ്ട്, കുഴപ്പമില്ലാതാണ്, മണ്ണത് ആവറേജ് ഈർപ്പം ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് COC ഒരു 300 ഗ്രാം. അതിന്റെ കൂടെ ഇപ്പോ അഡ്വാൻസ് ആണ് ടെക്നോളജി, പോസ്റ്റ് നെറ്റ് എന്ന് പറഞ്ഞ ഒരു ന്യൂ ജനറേഷൻ ഫംഗിസൈഡ് അവൈലബിൾ ആണ്. അപ്പൊ അത് ഒരു 60 to 80 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ചോട്ടില് അകത്തും പുറത്തും കലക്കി ഒളിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് അളുകള് തട്ടമറിച്ചിൽ ടെൻഡൻസി കാണിക്കുന്ന ഹിസേരിയം പഴയ കലങ്ങിനകത്തുള്ള ഈ സ്പോർ എല്ലാം ചത്തുപോകും. വേരിനകത്ത് കയറി പിടിക്കാനുള്ള ഈ ഫംഗസ് എല്ലാം ചത്തുപോകും. ഒന്നുകൂടെ അതിന്റെ കൂട്ടൊന്ന് പറഞ്ഞു. അതായത് ഈ COC ഒരു 300 ഗ്രാം 200 ഗ്രാം 200 ലിറ്റർ. പോസ്റ്റ് നെറ്റ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് നെറ്റ് ആണ്. പോസ്റ്റ് നെറ്റ്
എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഒരു 60 to 80 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കലക്കി ഒഴിച്ചു. ഇതൊരു ഓപ്ഷനാണ്. ഇനിയിപ്പോ സാറേ പോസ്റ്റ്നെറ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഒരു COC ഒരു 300 ഗ്രാം. ഹെക്സാകോണസോൾ SC ഫോർമുലേഷൻ ഉള്ളത്. ഹെക്സാകോണസോൾ ഓൾഡ് ജനറേഷൻ ആണ്. അപ്പൊ അത് ഒരു 100 ml. പിന്നെ പൊട്ടാസ്യം പാസ്പേറ്റ് ഒരു 200 ml. 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഒന്ന് റൗണ്ട് ആയിട്ട് ഒന്ന് കളക്കി ചോട്ടിൽ ഒളിച്ചു കൊടുക്കുക. ഇതൊരു ഓപ്ഷനാണ്. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ഇപ്പോ കോസൈഡ് 2000 3000 ഒക്കെ അവൈലബിൾ ആണ്. അതെ. അപ്പൊ അത് ഒരു 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ചോട്ടിൽ നമുക്ക് കളക്കി ഒളിച്ചു കൊടുത്താൽ നമുക്ക് ഈ പറയുന്ന അഡ്വാൻസ് ആയിട്ട് തന്നെ ഈ ചോട്ടിലുള്ള സ്പോറുകളെല്ലാം കൊണ്ടുകളയാൻ നല്ലതാണ്. പിന്നെ അടുത്തുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അലുകൾ തട്ടമറിച്ചിലുണ്ടെങ്കിൽ അലുകൾ സ്പെഷ്യൽ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് 2 കിലോ. അതെ, ഒരു 2 കിലോ 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് അത് വേണമെങ്കിലും ഒന്ന് കളക്കി ഒളിച്ചു കൊടുക്കാം. അതും ഈ ജൂൺ മാസത്തിന് മുന്നോടിയായിട്ടാണ് ഒരു പ്രിവെന്റീവ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. നല്ലൊരു മഴയ്ക്ക് ശേഷം. അതെ. പിന്നെ ഇപ്പോ കായ്ക്ക് സകലം വില കുറവുള്ളത് കൊണ്ട് കാസ്റ്റ്ലി ആയിട്ടുള്ളത് പറയണമെന്നില്ല. എന്നാലും സിവിയർ ആയിട്ട് നമ്മൾ ഒരു ജൂൺ ജൂലൈ ആകുമ്പോൾ തട്ടമറിച്ചൽ കാണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അന്നേരം നമ്മൾ പ്രിവെന്റീവ് ആയിട്ട് ചെയ്യേണ്ടിയ മാർഗങ്ങളാണ് നമ്മളിപ്പോ അഗ്രോപേറ്റ് എന്ന് പറഞ്ഞിട്ട്, അതായത് ന്യൂ ജനറേഷൻ ഗ്രീൻ ലേബിൾ ഫംഗിസൈഡ് ആണ്. അത് ഒരു 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് ഡൈമെത്തോമാർബ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് അവൈലബിൾ ആണ്. അത് ഒരു 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കളക്കി ഒഴിച്ചു കൊടുക്കുക. ഈ ഗ്ലാവർ, ടെഫ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു പ്രിവെന്റീവ് കൺട്രോളർ ആയിട്ട് നമുക്ക് കാസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഫംഗിസൈഡ് ആയിട്ട് കണക്കാക്കാം. പിന്നെ ഞാൻ പറയുന്ന ഫംഗിസൈഡ് എല്ലാം പിടുത്തം ഉണ്ടാകത്തില്ല, അറസ്റ്റ് ഉണ്ടാകത്തില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ അലുകൾ തട്ടമറിച്ചാൽ അവിടെ സിവിയർ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 കിലോ തുരിശ് 10 കിലോ കുമ്മായം 1 കിലോ തുരിശ് മിക്സ് ചെയ്തിട്ട് ഒരു 150 ഗ്രാം വെച്ച് ചോട്ടിൽ ഇട്ട് കൊടുക്കുക കാണുന്ന സ്ഥലത്ത്. അപ്പൊ തന്നെ അലുകൾ അറസ്റ്റ് ആകും. തട്ടമറിച്ചൽ കാണുന്ന സ്ഥലത്ത് ഇട്ട് കൊടുത്താൽ നിന്നുകൊള്ളും. അപ്പൊ അത് ഒരു സിമ്പിൾ മെത്തേഡാണ്. പിന്നെ നമ്മൾ നോർമൽ ഒരു ജൂൺ ഒരു പകുതി ആകുമ്പോൾ അല്ല ജൂൺ ലാസ്റ്റ് ആകുമ്പോൾ ഒരു ബോർഡോ സ്പ്രേ കൊടുക്കാൻ താല്പര്യം, COC ചെയ്യുന്നതുകൊണ്ട് വേണ്ടാനുള്ളതാണ്. കാണുന്നുണ്ടെങ്കിൽ മാത്രം, അലുകൾ ടെൻഡൻസി കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഒരു ബോർഡോ സ്പ്രേ കൊടുക്കുന്നത് നല്ലതാണ്. ബോർഡോ സ്പ്രേ കൊടുക്കുമ്പോൾ സ്പോരെല്ലാം കൺട്രോൾ ആകും, കായ്ക്ക് നല്ല ഒരു കളർ കിട്ടും, ചെടി തന്നെ ഗ്രീൻ ആകും. കാപ്പർ കണ്ടന്റ് ചെന്ന് കളയുമ്പോൾ തന്നെ ചെടി നല്ല ഒരു ഗ്രീൻ ആയിട്ട് വരും. കായ് സെറ്റിങ്സ് കുറച്ചും കൂടി കൂടുതൽ ഉണ്ടാകും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഈ പറയുന്ന മെയ് പകുതി ആകുമ്പോൾ ഇല്ല മെയ് ലാസ്റ്റിലെന്ന് തന്നെ കാലാവസ്ഥ അനുസരിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ചൂടുള്ള കാലാവസ്ഥ ആണെങ്കിൽ COC വേണ്ട. അപ്പോ ഈ പറയുന്ന പോൺസർനെറ്റ് മാത്രം മതി. ഒരു 80 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ചോട്ടില് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഗ്ലാൻസ് എന്ന് പറഞ്ഞിട്ട് ഫംഗിസൈഡ് കൊടുത്താൽ മതി. അല്ല ടിസിംഗ് എന്ന് പറഞ്ഞ ഫംഗിസൈഡ് കൊടുത്താൽ മതി. അല്ല സാഫ്ലൈസർ എന്ന് പറഞ്ഞ ഫംഗിസൈഡ് ഒരു 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ കൊടുത്താൽ മതി. കാലാവസ്ഥ അനുസരിച്ച് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോ അത് ഒരു മെത്തേഡായിട്ട് തന്നെ നമുക്ക് കണക്കിലാക്കാം. പിന്നെ ഇപ്പോഴും ചില സ്ഥലത്ത് മഞ്ഞപ്പിഞ്ച് പൊഴിയുന്നുണ്ടല്ലോ സാർ. അപ്പോ മഞ്ഞപ്പിഞ്ച് പൊളിച്ചല് കാര്യം എന്നു വെച്ചാല് നമുക്ക് കിട്ടുന്ന മഴവെള്ളം അത് pH ലെവല് ബിലോ 4.5 ആണ്. നമ്മൾ ആ വെള്ളം എടുത്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് അറിയാൻ സാധിക്കും. അപ്പോ അങ്ങനെ വരുമ്പോ ഒരു ആസിഡ് വെള്ളം വീഴുമ്പോ പെട്ടെന്ന് ഈ പുതിയ ഉണ്ടാകുന്ന കായ്ക്ക് ഒരു സീന ഉണ്ടാകും. അപ്പൊ അത് പൊളിയും. അപ്പൊ ന്യൂട്രിയൻസ് അപ്ടേക്ക് കുറവായിരിക്കും. അന്നേരം മൈക്രോ ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്നത് കുറവായിരിക്കും. പിന്നെ കാൽസ്യത്തിന്റെ കുറവായിരിക്കും. അപ്പൊ നമ്മൾ അന്നേരം ചെയ്യേണ്ടത് കാസ്പോ എന്ന് പറഞ്ഞ് റെഡി ടു കാസ്പോ എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു 200 ml 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. കാൽസ്യം ഉണ്ട് അതിനകത്ത്, ജിങ്ക് ഉണ്ട്, ബോറാനുണ്ട്. അതും തട്ടയ്ക്കും ശരീരത്തിന് മാത്രം ഫുള്ള് കൊടുക്കണമെന്നില്ല. ഫുള്ള് കൊടുത്താൽ കുഴപ്പമില്ല. പക്ഷെ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞപ്പിഞ്ച് പൊളിച്ചില്ലേ മാറ്റി ശരത്തിന് തന്നെയാണ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഏറ്റവും ബെസ്റ്റ് റിസൾട്ടാണ്. ന്യൂജൻ മരുന്നാണോ സാർ? അതെ, അതായത് 3 കോമ്പിനേഷൻ ആയിട്ട് ചേർന്നിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസും സെക്കൻഡറി ന്യൂട്രിയൻസും ചേർന്നിട്ടുള്ളതാണ്.
ഇനിയിപ്പോ ചിലർ വേണമെങ്കിൽ ഈ ഇപ്പോ ലിക്വിഡ് കാൽസ്യം ഉണ്ട്. ഓക്കെ ലിക്വിഡ് കാൽസ്യം ഒരു ചിലർ നമ്മൾ ഈ പറഞ്ഞിട്ട് ചെലേറ്റഡ് കോപ്പർ ഒരു 50 ഗ്രാം, ഓക്കെ അതിന്റെ കൂടെ ചെലേറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന മൈക്രോന്യൂട്രിയൻസ് ഓക്കെ ചേർത്ത് കൊടുത്തവരുണ്ട്. ഓക്കെ അപ്പോ അങ്ങനെ ഈ പറയുന്ന ഒരു മഞ്ചപ്പിഞ്ച് പൊളിച്ചലിന് ഈ ലിക്വിഡ് കാൽസ്യമും അതിന്റെ കൂടെ ബോറാനും EDTA ഫാമുള്ള ജിങ്കും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് 200 ലിറ്റർ വെള്ളത്തിലുള്ള അളവാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ അപ്പൊ അങ്ങനെ കൊടുത്താലും നമുക്ക് മഞ്ചപ്പിഞ്ച് പൊളിച്ചൽ ഉടനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ മെയിൻ ബേസ് കാൽസ്യമാണ്, ഓക്കെ അതിനോടൊപ്പം തന്നെ മൈക്രോന്യൂട്രിയൻസ് ആണ്. ഓക്കെ പിന്നെ ചിലര് ഈ പറയുന്ന വളങ്ങളും ചേർത്ത് കൊടുക്കാറുണ്ട്. ഓക്കെ അപ്പൊ അത് പരമാവധി ശ്രദ്ധിച്ച് ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കുക. ഓക്കെ പിന്നെ നല്ലപോലെ കായ് ഉള്ളപ്പോ നമുക്ക് ഇങ്ങനെ കായ് നല്ല സെറ്റായി വരുന്ന സമയത്ത് കായ്ക്ക് ബോൾഡ് ആകാണ് നമുക്ക് വേണമെങ്കിൽ 0.37 ഒരു 1/2 കിലോ. ഓക്കെ പിന്നെ ഈ മൈക്രോന്യൂട്രിയൻസ് കോംബി മൈക്രോന്യൂട്രിയൻസ് അവൈലബിൾ ആണ്. ഓക്കെ ഒരു ഗ്രീൻ കളർ ആയിട്ടുള്ള മൈക്രോന്യൂട്രിയൻസ് അവൈലബിൾ ആണ്. ഓക്കെ അത് ഒരു 1/4 കിലോ ഓക്കെ 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓക്കെ 40-37 ഒരു 1/2 കിലോ. ഓക്കെ അതിന്റെ കൂടെ തന്നെ ഈ പറയുന്ന മൈക്രോന്യൂട്രിയൻസ് കോംബി മൈക്രോന്യൂട്രിയൻസ് ഓക്കെ കോമ്പിനേഷൻ ആയിട്ടുള്ളത് ഒരു 1/4 കിലോ ഓക്കെ 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പൊ നല്ലതാണ്. ഇപ്പൊ ഈ 19 കൂടെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു സ്പ്രേ, അത് കാലാവസ്ഥ അനുസരിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ അപ്പൊ കൊടുക്കുന്ന കൊണ്ട് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും. ഇപ്പോൾ 19 ഒരു 1 കിലോ, ഓക്കെ അതിന്റെ കൂടെ ബോറാൻ ഒരു 100 ഗ്രാം, EDTA ഫാമിലുള്ളത് ഒരു 100 ഗ്രാം, പിന്നെ അസ്കോഫൈലം അലുകൾ ഉണ്ടാക്കാതിരിക്കാനുള്ള സീവീഡ് ഒരു 100 ഗ്രാം ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കായ്പിടുത്തത്തിന് നല്ലതാണ്. അപ്പോ ടെക്നോളജി അഡ്വാൻസ് ആയിട്ട് ഒരുപാട് ടെക്നോളജി ഉണ്ടെങ്കിലും നമ്മളിപ്പോ അപ്ഡേറ്റ് ചെയ്യുക. ഒவ்வொரு ഫീൽഡിലെയും ഇത് ഗവേഷണം കണ്ടിന്യൂ ആണ്. നമ്മളിപ്പോ നിർത്തുന്നില്ല. കാലാവസ്ഥ മാറുന്തോറും പുതിയ ബയോസ്റ്റിമുലന്റ് എന്താണ് അവൈലബിൾ, ന്യൂ ജെൻ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അത് കർഷകർക്ക് എങ്ങനെ എത്തിക്കാനുള്ളതാണ്. അപ്പൊ ചിലപ്പോൾ ഓൾഡ് ജനറേഷൻ ഫംഗിസൈഡ് യൂസ് ചെയ്യുമ്പോൾ റിസൾട്ട് ഉണ്ടാകത്തില്ല, ന്യൂ ജനറേഷൻ യൂസ് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടും. അങ്ങനത്തെ ഒരു ഫോക്കസ് ചെയ്തിട്ടാണ് ആ സമയത്ത് കർഷകർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ ഇങ്ങനെ ഒരു മെത്തേഡ് പറയുന്നത്. അത് ഇപ്പൊ ഞാനും ഒരു കർഷകനാണ്, കർഷകന്റെ ഫീൽഡില് ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോ ഇവിടെ പറയുന്നത്. അപ്പൊ ഏറ്റവും അടുത്ത് നമുക്ക് ഇപ്പോഴും മാറാതെ ഒരു പ്രശ്നം ഊരനാ സാറേ. ഈ കഴിഞ്ഞ ദിവസം കൂടെ രാജക്കാട്ടിൽ നിന്നൊരു കർഷകൻ വിളിച്ചിരുന്നു, ഒരു ടീച്ചർ വിളിച്ചിരുന്നു. ഊരിന് എത്ര മരുന്ന് മാറി മാറി കൊടുത്തിട്ട്, അതായത് ഇപ്പോ ഈ നമുക്ക് കാലാവസ്ഥ മാറ്റം ഉണ്ടായല്ലോ, ഒന്ന് കവാത്തെടുക്കുക. ധാരാളം കർഷകർ അങ്ങനെ ഒരു സംശയം ചോദിച്ചിരുന്നു, കവാത്ത് എടുക്കാമോ, എടുത്തിട്ട് പലരുടെയും തട്ട ഒടിയുന്നുണ്ട്. ചിലർ പറയുന്നത് കവാത്ത് എടുക്കരുത് എന്ന് പറയുന്നത്. അത് ഈ കവാത്ത് എടുത്തില്ലെങ്കിൽ ഇപ്പൊ ഈ ഊരന്റെ ശല്യം ഇനി കൂടത്തേ ഉള്ളൂ. രണ്ടാമത്തെ ഈ തട്ടയ്ക്ക് അതിന്റെ ഹെൽത്തിനെസ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കവാത്ത് എടുത്താലേ നമ്മൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അത് കറക്റ്റ് ആണ് സാറേ. ഇപ്പോ ഈ കംപ്ലീറ്റ് ഉണങ്ങിയ ഇല ഈ പോളയെല്ലാം ഇരിക്കുമ്പോ തട്ടയ്ക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് എത്രത്തോളം ഉണ്ട്, അത് ഹെൽത്തി ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ പൊട്ടാസിന്റെ കുറവ് ഉള്ളതുകൊണ്ടാണ് മെയിൻ ആയിട്ട് പൊട്ടാസ് ചെടിക്ക് കിട്ടാതെ കൊണ്ടാണ് ഈ യൂറൻ കൂടുന്നത്. അതായത് നാരുകെട്ടി കുറയുമ്പോഴാണ് ഈ യൂറന്റെ ഇത് കൂടുന്നത്. അപ്പൊ പൊട്ടാസ് കൊടുക്കുമ്പോൾ നാരുകെട്ടി കൂടും. അപ്പോ ഇപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഈ ചൂടുള്ള സമയത്ത് നമ്മൾ ഇതിനെ നിയന്ത്രിക്കാൻ കവാത്തൊന്നും എടുത്തിട്ടില്ലെങ്കിലും നമ്മൾ ഏത് കീടനാശിനി ഉണ്ടെങ്കിലും അതിന്റെ കൂടെ പൊട്ടാസ്യം സിലിക്കേറ്റ് ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാന്ന് പറയും. അങ്ങ് തന്നെയാണ് അത് പരിചയപ്പെടുത്തിയത്. അതെ. അപ്പൊ അത് സ്പ്രേ ചെയ്ത് ഇപ്പൊ ഈ തോട്ടത്തിലൊക്കെ ഊരന്റെ ശല്യം ഇല്ല. ഈ തോട്ടത്തിന്റെ വീഡിയോ കഴിഞ്ഞ സീസൺ നമ്മൾ ചെയ്തിരുന്നു. അതെ. സ്ഥലം എന്ന് പറഞ്ഞാൽ സാർ ഇത് പേത്തൊട്ടിയാണ്. നമ്മൾ കഴിഞ്ഞ വർഷം സെയിം ഈ സമയത്ത് തന്നെ കഴിഞ്ഞ വർഷം നമ്മളിതിപ്പോ 4-ാമത്തെ വർഷം ആണ് ഈ തോട്ടത്തിൽ നമ്മള് ആ സീസണില് നമ്മൾ കണ്ടിന്യൂസ് അഴുകലില്ല, തട്ടമറിച്ചില്ല, ഏറ്റവും ചെലവ് കുറഞ്ഞ കൃഷിമാർഗം. അതെ. ഒരു ഏക്കറിന് ഒരു 65,000-70,000 ആയാണ് മുടക്ക് വന്നേക്കുന്നത്. കൂടുതൽ ചെലവും വന്നിട്ടില്ല. ഏകദേശം ഒരു 450-475 കിലോ കായ് ഒരു ഏക്കറിൽ നിന്ന് കിട്ടിയേക്കുന്നതാണ്. പിന്നെ ഓവർ വളമില്ല, ആവറേജ് എന്താണ് ഒരു ചെടിക്ക് ആവശ്യം അതനുസരിച്ച് ചെയ്തു പോകുന്നത്. ഏറ്റവും കൂടുതൽ തട്ടമറിച്ചിന് അഴുകലുള്ള തണുപ്പ് കൂടിയ പ്രദേശമാണ്. അതെ. തിരുതാളിയാണ്. അതനുസരിച്ചാണ് നമ്മൾ മെത്തേഡ് ചെയ്യുന്നത്. അപ്പോ ഈ പൊട്ടാസ്യം സിലിക്കേറ്റ് കൊടുക്കുന്നതുകൊണ്ട് ഏത് കീടനാശിനി കൂടെ കൊടുക്കുമ്പോൾ
ആ കീടനാശിനിയുടെ എഫിക്കസി ഒന്ന് കൂട്ടിത്തരും. ഓക്കെ. പിന്നെ ബേസിക്കലി ഈ പൊട്ടാസ്യം സിലിക്കേറ്റ് ഒരു സ്പ്രെഡർ ആണ്. പിന്നെ അടുത്തുള്ളത് നാരുകെട്ടി കൂടും. നാരുകെട്ടി കൂടുമ്പോൾ ഈ ഊരണ് കയറി പിടിക്കും. പിന്നെ ഈ പൊട്ടാസ്യം സിലിക്കേറ്റ് ഒരു ഊരൺ ഉണ്ടെങ്കിൽ അതിന്റെ അകത്ത് കയറി അതിന്റെ ബാഡിയെ പൊട്ടിച്ചു കളയും. ഇതിന്റെ പുറകെ ഒരു ലേയർ ഉണ്ടാക്കിയിട്ടാണ് അതിനകത്ത് ഇരിക്കുന്നത്. അപ്പോ നമ്മൾ കൊടുക്കുന്ന കീടനാശിനി ഈ ലേയറിന്റെ പുറത്തേ വരുന്നത് അകത്ത് പോകത്തില്ല. പക്ഷെ പൊട്ടാസ്യം സിലിക്കേറ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ അതിന്റെ ലേയർ പൊട്ടിച്ച് അകത്തുള്ള നിംസിനെ കൊണ്ടുകളയുന്നു. മനസ്സിലായി? അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്ന പൊട്ടാസ്യം സിലിക്കേറ്റ് യൂസ് ചെയ്ത ഫീൽഡുകളിൽ ഈ പറയുന്ന ഊരന്റെ ശല്യേ ഇല്ല. പിന്നെ നമുക്ക് ഈ ചൂടുള്ള സമയത്ത് പെട്ടെന്ന് പൊട്ടാസ്യത്തിന്റെ കുറവ് മാറ്റാൻ SOP സ്പ്രേ ചെയ്ത് കൊടുക്കാം. സൾഫേറ്റ് ഓഫ് പൊട്ടാസ്യം ഏറ്റവും ബെസ്റ്റ് ആണ്. ഇപ്പൊ നമുക്ക് ചൂടുള്ള ഇപ്പൊ ഈ തണുപ്പുള്ള സമയത്തെ SOP കൊടുക്കുന്നതുകൊണ്ട് കായ്ക്ക് നല്ല ബോൾഡ് കിട്ടും, ചെറിയൊരു ചൂട് കിട്ടും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 19 വെള്ളത്തിലിട്ട ഒരു കൂളിംഗ് ആണ്. SOP വെള്ളത്തിലിട്ട ഒരു ചെറിയ ചൂട് ഹീറ്റാണ്. അപ്പോ ചൂടുള്ള സമയത്ത് 19 അടിച്ചു കൊടുക്കും. ഈ നല്ല തണുപ്പുള്ള സമയത്ത് SOP കൊടുക്കുക. അപ്പൊ അലുകള് ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ പറയുന്ന ഊരനെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഈ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ട്, അവർക്ക് വേണ്ടി കെമിക്കൽ കൂടെ അങ്ങ് പറഞ്ഞു. കെമിക്കൽ നമ്മളിപ്പോ പ്രത്യേകിച്ച് ഊരനെ നിയന്ത്രിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ തൈമത്താക്സം, അല്ലെങ്കിൽ ഇമിഡാക്ലോപ്രൈഡ്, അല്ലെങ്കിൽ റോഗർ, അതായത് ഡൈമെത്തോമാർബ് അല്ല ഡൈമെത്തോയേറ്റ് ആണ്. അപ്പൊ ഡൈമെത്തോയേറ്റും നല്ലതാണ്. പിന്നെ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള 2-3 കെമിക്കൽസ് നമ്മൾ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് 200 ലിറ്ററിന് 70 ഗ്രാം 200 ലിറ്ററിന് 70 ഗ്രാം. ഇമിഡാക്ലോപ്രേറ്റ് ഒരു 60 ml. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് 300 ml ആണ്. ഡൈമെത്തോയേറ്റ് ഒരു റോഗർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അത് ഓൾഡ് ജനറേഷൻ ആണ്. ഈവൻ ക്വിനാൽഫാസ് ആയാലും കുഴപ്പമില്ല. ഇതിന്റെ കൂടെ അങ്ങ് പറഞ്ഞതനുസരിച്ച് കീടനാശിനി ഇമാമെക്റ്റിൻ ബെൻസോയേറ്റ് നമുക്ക് ഇമാമെക്റ്റിൻ ബെൻസോയേറ്റ് ചേർക്കാം. അത് ബോറർ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. ഈവൻ ഈ പറയുന്ന ബോറർ കൺട്രോൾ ചെയ്യാനുള്ള അഡീഷണൽ ആയിട്ടുള്ള കീടനാശിനികൾ ഇനിയിപ്പോ ഒരു സീസണിൽ വരാൻ പോകുന്നത് നമുക്ക് ഫെൻതയേറ്റ് നല്ലതാണ്. ഫെൻതയേറ്റ് ഒരു 400 ml 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ എമാമെക്റ്റിൻ ബെൻസോയേറ്റിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ക്വിനാൽഫാസ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ബോററയും ഈ എലപ്പേനും അതുപോലുള്ള ഈ സക്കിംഗ് പെസ്റ്റ് ഷൽക്ക കീടങ്ങളെ നിയന്ത്രിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, ഇതിന്റെ ചേർത്ത് പശ കൂടെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അതെ, പശ മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കണം ഊരനുണ്ടെങ്കിൽ. പശ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, നല്ല പശയായിരിക്കും എപ്പോഴും പറയുന്ന കാര്യം. ഒരു ടാറ്റായുടെ സ്പ്രെഡർ ഒക്കെ നല്ലതാണ്. അപ്പൊ അതുപോലെ ക്വാളിറ്റി ആയിട്ടുള്ള സ്പ്രെഡർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതെ, ഈ സിലിക്ക ബേസ്ഡ് ആയിട്ടുള്ള സ്പ്രെഡർ എപ്പോഴും ബ്രാൻഡഡ്. അതെ, എന്ന് പറഞ്ഞാൽ ഈ ക്വാളിറ്റി ഇല്ലാതെ സ്പ്രെഡർ വരുമ്പോ പെട്ടെന്ന് കീടനാശിനി കൂടെ ചേരുമ്പോൾ അത് നെഗറ്റീവ് റിസൾട്ട്. അപ്പൊ ക്വാളിറ്റി ആയിട്ടുള്ള സ്പ്രെഡർ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക, അത് നല്ലതാണ്. ഇത്രയാണ് നമ്മൾ ഊരനെ നിയന്ത്രിക്കാൻ ഉള്ളത്. പിന്നെ ഇനിയിപ്പോ കീടനാശിനികളെ സംബന്ധിച്ച് പറയുന്നെങ്കിൽ കീടനാശിനികൾ ഈ ജൂൺ ജൂലൈ ആഗസ്റ്റില് ക്വിനാൽഫാസ് യൂസ് ചെയ്യാം. നോർമൽ ഒരു കീടനാശിനിയാണ്. ഫെൻതയേറ്റ് യൂസ് ചെയ്യാം. ഇവൻ എമാമെക്റ്റിൻ ബെൻസോയേറ്റിന്റെ കൂടെ തൈമത്താക്സം യൂസ് ചെയ്യാം. പിന്നെ ചിലപ്പോ വാച്ച്വേ നല്ലതാണ്, സിക്കിറ്റോ നല്ലതാണ്. അങ്ങനത്തെ കീടനാശിനികൾ ഈ ഒരു തണുപ്പുള്ള കാലാവസ്ഥയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കീടങ്ങൾ ഒത്തിരി കീടങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിലും ഉണ്ടാകുന്ന കാലാവസ്ഥ മാറുമ്പോൾ ഉണ്ടാകുന്ന കീടങ്ങൾ നിയന്ത്രിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. ലാംഡാവും യൂസ് ചെയ്യാം. ലാംഡ ഒരു 100 ml നോർമൽ റെക്കമെൻഡേഷൻ ചെയ്യാറില്ല. എന്ന് പറഞ്ഞാൽ കറക്റ്റ് കോമ്പിനേഷൻ ആയിട്ടില്ലെങ്കിൽ അതിന് നെഗറ്റീവ് റിസൾട്ട്. അപ്പോ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കീടനാശിനികൾ ഒന്ന് ലാംഡാന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് ചേർക്കുമ്പോൾ കെയർഫുൾ ആയിട്ട് ചേർക്കുക. തൈമത്താക്സം ചേരും, ഇമിഡാക്ലോപ്രൈഡ് ചേർക്കാം, ഈവൻ ക്വിനാൽഫാസ് ചേർക്കാം. ബാക്കിയുള്ളത് പരമാവധി ഒഴിവാക്കുക. പിന്നെ നുവാളുറാൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ ഉണ്ട്. നുവാളുറാന്റെ കെമിക്കലിന്റെ കൂടെ ഈവൻ ലാംഡ സൈക്ലോത്തിറിന്റെ കൂടെ ഈ ബാക്ടീരിയൽ ബെൽറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഈ പറയുന്ന
ടാഗ്മൈസിൻ ഒക്കെ ചേർക്കാറുണ്ട്. ടാഗ്മൈസിൻ പരമാവധി കീടനാശിനി കൂടെ ചേർക്കാതെ സ്പ്രേ ചെയ്ത് കൊടുക്കുക, സെപ്പറേറ്റ് കൊടുക്കാൻ ശ്രമിക്കുക. കോമ്പിനേഷൻ എപ്പോഴും പ്രശ്നമാണ്. ഇപ്പോ നുവാലൂറാന്റെ കൂടെ നമ്മള് ഒരിക്കലും ബാക്ടീരിയൽ കീടനാശിനി, അതായത് ബാക്ടീരിയൽ സൈഡ് ചേർക്കരുത്. ഇപ്പോ ടാഗ്മൈസിൻ ഒക്കെ നമ്മൾ പറയുന്നത് പ്ലാന്റോമൈസിൻ, അത് ഒരിക്കലും ചേർക്കരുത്. അപ്പോൾ അത് നെഗറ്റീവ് റിസൾട്ട് കാണിക്കും. എപ്പോഴും കമ്പാറ്റബിലിറ്റി ഇഷ്യൂ ഉള്ളതാണ്. അപ്പൊ അത് നോക്കി കണ്ട് ചെയ്യുക. ഒന്ന് പെട്ടെന്ന് ചൊറി കയറും, അല്ലെങ്കിൽ ശരം തന്നെ ഒന്ന് കരിഞ്ഞു പോകും, മുരടിച്ചു പോകുന്ന രീതിയിൽ വരും. അപ്പൊ അതെല്ലാം ചെയ്യുക. അതോടൊപ്പം തന്നെ ആളുകൾ കൂടുതൽ കർഷകരിൽ സംശയം ചോദിക്കുന്ന അഡ്വാൻസ് ആയിട്ട് ഇങ്ങനെ ചൊറി കൺട്രോൾ ചെയ്യാൻ അഡ്വാൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ ഒരു സീസൺ ചെറു കുറവായിരുന്നു, അതിന് തല വർഷം കൂടുതലായിരുന്നു. വീണ്ടും അത് ഒരു കൺട്രോൾ ചെയ്യാൻ മുന്നൊരുക്കമായിട്ട് എന്ത് ചെയ്യണമെന്നുള്ള. അല്ല, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇപ്പൊ നമുക്ക് ചൊറി കൂടുതലുണ്ടെങ്കിൽ നമ്മളോട് ശരത്തിനകത്ത് ഉറപ്പായിട്ട് കാൽസ്യത്തിന്റെ കുറവുണ്ട്. കാൽസ്യത്തിന്റെ കുറവുണ്ട് നമ്മൾ എങ്ങനെ മനസ്സിലാവും? ഒരു മഞ്ഞപ്പിഞ്ച് പൊളിയും, ഡ്രാപ്പിംഗ് ഉണ്ടാകും, പിന്നെ കായ്ക്ക് വലിപ്പം കുറയാം, കായ്ക്ക് കളറ് കുറയാം, മൂത്ത ഒരു സെക്കൻഡ് സ്റ്റേജിലുള്ള കായ് തന്നെ പൊളിയാൻ തുടങ്ങും, പിന്നെ ഇലയുടെ ടിപ്പ് തന്നെ ഒരു ലൈറ്റായിട്ട് ഒന്ന് കരിയും. അങ്ങനത്തെ സിംറ്റം കാണിക്കും. ഇപ്പൊ ചോട്ടിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന് ആവശ്യമുള്ള വേരില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ അതിന് ലിക്വിഡ് കാൽസ്യം സ്പ്രേ ചെയ്ത് കൊടുക്കുക. കൊടുത്തിട്ട് പിന്നെ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് കീടനാശിനികൾ കൊടുക്കുക. അല്ലെങ്കിൽ ബാക്ടീരിയൽ സൈഡ് കൊടുക്കുക. നമ്മളിപ്പോ ബാക്ടീരിയൽ വിൽട്ട് ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു സിവിയർ ആയിട്ട് ബാക്ടീരിയൽ വിൽട്ട് കാണുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ബാക്ടീരിയൽ വിൽട്ട് കൂടുതലായിട്ട് കാണുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, കൂടുതലായിട്ട് കോളിവളങ്ങൾ യൂസ് ചെയ്യുന്ന സ്ഥലത്ത്. നമ്മളിപ്പോ ഈ ജൈവവളങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ കോളിവളങ്ങൾ ചേർത്തിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ കുറച്ച് വിലക്കുറവുണ്ടാവും. അപ്പൊ അങ്ങനെ ഇടുമ്പോ ആദ്യത്തെ വർഷം കുഴപ്പമില്ലാതായിരിക്കും, രണ്ടാമത്തെ വർഷം തൊട്ട് ഈ ബാക്ടീരിയൽ വിൽട്ടിന്റെ ആക്രമണം കൂടും. അപ്പോ അവർ ഈ കൊടുക്കുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ടല്ലോ, പ്രോട്ടീൻസ് കൊണ്ടും ഈ പറയുന്ന ബാക്ടീരിയൽ വിൽട്ട് ഉണ്ടാവാം. അപ്പോ ആ വളങ്ങള് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ കാൽസ്യത്തിന്റെ കുറവ് കറക്റ്റ് ചെയ്യുക. പിന്നെ ഈ എലപ്പേന് അടുത്ത് കൂടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു സീസൺ, അതായത് ഒരു ചൂടുള്ള കാലാവസ്ഥ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ്, അതായത് ഇപ്പോൾ ഒരു സെപ്റ്റംബർ ആകുമ്പോൾ ഒരു നല്ല ചൂട് വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് നല്ല ഒരു തണുപ്പുള്ള കാലാവസ്ഥയാണ്, അടുത്ത ആഴ്ചയിൽ ഒരു ചൂടുള്ള കാലാവസ്ഥ വരാൻ പോകുമെന്ന് പറഞ്ഞാൽ, ഇതിന്റെ മുട്ടകൾ ഈ മണ്ണിലിരുന്നാണ് പുറത്ത് മുകളിലോട്ട് വരുന്നത്. ചിലപ്പോൾ പോളയുടെ ഇടയ്ക്കിരുന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞാലും മെയിനായിട്ട് ഇത് അടിയിലിരുന്നാണ് മുകളിലോട്ട് കയറുന്നതിനുള്ളതാണ് നമുക്ക് റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ അതിന് കൺട്രോൾ ചെയ്യാൻ അഡ്വാൻസ് ആയിട്ട് തന്നെ നമ്മൾ ഒരു കീടനാശിനി കൊടുക്കുക. ആ കൊടുക്കുന്ന കീടനാശിനി കൂടെ സ്പ്രെഡർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഡൈഫെൻതുറാൻ കൊടുക്കാം, ക്വിനാൽഫാസ് കൊടുക്കാം, പിന്നെ ഈവൻ എമാമെക്റ്റിൻ ബെൻസോയേറ്റും കൺട്രോൾ ചെയ്യും, ഇമിഡ കൊടുക്കാം. പിന്നെ അഞ്ചാമത്തെ പറയുന്നത് നമുക്ക് ഈവൻ ഇതാണ് ഡൈമെത്തയേറ്റ്, റോഗറും നല്ലതാണ്. ഈവൻ ഫെൻതയേറ്റും നല്ലതാണ്. എല്ലാം ചെലവ് കുറഞ്ഞ. ഈവൻ ഈ ക്വിനാൽഫാസ് പ്ലസ് സൈഫർമെത്രിൻ അതും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കോമ്പിനേഷനിലുള്ള കീടനാശിനികൾ ഈ സമയത്ത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. സാർ, അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഒരു സീസണിൽ അങ്ങ് എഗ് മീലിനെ പറ്റി പറഞ്ഞിരുന്നു. 30 ഏക്കർ അടുത്ത് ട്രയൽ ചെയ്തു, ഞാനും ആ വളം ഉപയോഗിച്ചു. അപ്പോൾ കൂടുതൽ ഒരുപാട് കർഷകർ കൂട്ടുകാരൊക്കെ അത് ഉപയോഗിച്ച് നല്ല റിസൾട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങ് പ്രത്യേകം പറഞ്ഞിരുന്നു നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ നല്ലതെന്ന്. അപ്പോൾ എനിക്ക് ചെടിക്ക് നല്ല മാറ്റമുണ്ട്. അപ്പോൾ എഗ് മീലിനെ കുറിച്ച്, അതിൻ്റെ ഒരു പ്രയോഗത്തെ കുറിച്ചിട്ട് അങ്ങയുടെ ഒരു അഭിപ്രായം എന്താണ്? അല്ല, ഇപ്പോൾ മുട്ടത്തോട് ഇട്ട സ്ഥലത്ത് ശരത്തിന് ഫ്രഷ്നെസ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ ഈ ചൊറിയുടെ കാര്യം പറഞ്ഞല്ലോ, ഈ മുട്ടത്തോട് ഇടുമ്പോൾ സ്ലോ റിലീസാണ്. ഒരു ചെടിക്ക് ആവശ്യമുള്ള കാൽസ്യം ഇത് പതുക്കെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോ ശരത്തിന് ഈ കാൽസ്യം പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും. നമ്മൾ മുകളിൽ ഇടുന്നവരും നനച്ചു കൊടുക്കുന്നതോട്ട് പെട്ടെന്ന് ഇത് വലിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വലിച്ചെടുക്കുന്നതുകൊണ്ട് കായ്ക്ക് ചൊറി കുറവാണ്, കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി മാറുന്നു, കായ് സെറ്റിങ്സ് കൂടുതലാണ്, അതുപോലെ തന്നെ പുതിയ വേര് കൂടുതൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനത്തെ ഇതുണ്ട്. ഇത് തന്നെ നമ്മൾ ചൂടുള്ള സമയത്ത് കലക്കി ഒലിക്കാനുള്ള ഒരു
ഒരു ട്രയൽ നോക്കി. അതെന്താ സാർ? ഇപ്പോൾ ഒരു 200 ലിറ്റർ വെള്ളത്തിൽ 1 കിലോ പഞ്ചകാവ്യം, ഓക്കെ, ഒരു 1/2 ലിറ്റർ ഫിഷ് അമിനോ ആസിഡ്, ഫിഷ് അമിനോ ആസിഡ്, പിന്നെ 2 കിലോ ആ. മുട്ടത്തോട്, എഗ് മീൽ 2 കിലോ. ഓക്കെ ഓക്കെ. അപ്പോൾ അത് 200 ലിറ്റർ വെള്ളത്തിൽ ഓക്കെ ഇട്ട് എന്ന് പറഞ്ഞാൽ മുട്ടത്തോട് മാത്രം നമ്മൾ ഒരു 6 മണിക്കൂർ മുമ്പ് സെപ്പറേറ്റ് ഇട്ട് വയ്ക്കും. ഓക്കെ ഓക്കെ. ശരിക്കും ലയിച്ച് ചേരണം വെള്ളം. അതെ. അപ്പോൾ ഒരു 6 മണിക്കൂർ മുമ്പ് ഇട്ട് വയ്ക്കും ഓക്കെ. വെള്ളത്തിൽ. ഇപ്പോൾ ഒരു 10 ലിറ്റർ വെള്ളത്തിൽ ഈ 2 കിലോ ഇട്ട് അങ്ങനെ തന്നെ വയ്ക്കും. ഓക്കെ. അപ്പോൾ 6 മണിക്കൂർ കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ലിക്വിഡ് കാൽസ്യം സെപ്പറേറ്റ് ആയിട്ട് ഇതിലോട്ട് വരും. ഓക്കെ. അപ്പോൾ അത് അരിച്ചെടുത്തിട്ട് ഓക്കെ. ഈ വെള്ളം മാത്രം അതിൽ ഒളിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ പറയുന്ന 3 കോമ്പിനേഷനിൽ ചേർത്ത് ഒളിച്ച സ്ഥലങ്ങളിലൊക്കെ നല്ല ശരമാണ്, നല്ല ചിമ്പുമാണ്, ശരത്തിന് നല്ല തെളിച്ചാണ്. ഓക്കെ. പിന്നെ ചിലർ ചെയ്തത് ഈ അങ്ങനെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഓക്കെ ഈ 200 ലിറ്റർ വെള്ളത്തിനകത്ത് അങ്ങനെ തന്നെ 1 ലിറ്റർ പഞ്ചകാവ്യം, 1 ലിറ്റർ ഫിഷ് അമിനോ ആസിഡ്, പിന്നെ ഈ പറയുന്ന 2 കിലോ എഗ് മീൽ ഓക്കെ ഇട്ട് 4 ദിവസം വെച്ചിട്ട് ഓക്കെ. പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് ഓക്കെ. അങ്ങനെ തന്നെ ഒരു ചെടിക്ക് 5 to 10 ലിറ്റർ വെച്ച് ഒളിച്ചു കൊടുത്ത തോട്ടങ്ങളിൽ നല്ല റിസൾട്ട്. ഓക്കെ ഓക്കെ. 200 ലിറ്ററിലെ കോമ്പിനേഷൻ ആണോ അങ്ങനെ പറഞ്ഞത്? അതെ. ഓക്കെ ഓക്കെ. അപ്പൊ അത് അങ്ങനെ തന്നെ മിക്സ് ചെയ്ത് ഇട്ട് വെക്കുക. ഇല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഇട്ട് വെച്ചിട്ട് ഒളിച്ചു കൊടുക്കുക. ഓക്കെ ഓക്കെ. അങ്ങനെ പെട്ടെന്ന് ഒരു ബൂസ്റ്റപ്പ് കിട്ടുന്നത്. ഇപ്പൊ ഇത് സ്ലോ റിലീസ് എന്ന് പറയുന്ന കാട്ടിലും മറ്റേത് ഫാസ്റ്റ് റിലീസ് ആണ്. നമുക്ക് തന്നെ ലിക്വിഡ് കാൽസ്യം ഉണ്ടാക്കാം. സിമ്പിൾ ആണ്. ഓക്കെ. എങ്ങനെയാന്ന് വെച്ചാൽ ഒരു 10 മുട്ടത്തോട് എടുക്കുക. ഓക്കെ. അത് ഒരു ലിറ്റർ അല്ല 10 ലിറ്റർ വെള്ളത്തിനകത്ത് ഇടുക. ഓക്കെ. 10 മുട്ടത്തോട്, 10 20 ആയാലും കുഴപ്പമില്ല. ഓക്കെ. 20 മുട്ടത്തോട് ആ 10 ലിറ്റർ വെള്ളത്തിനകത്ത് ഇട്ടിട്ട് ഒരു 1/2 ലിറ്റർ വിനീഗർ, കല്ലിന്റെ വിനീഗർ കിട്ടുന്നുണ്ടെങ്കിൽ നല്ലതാണ്. വിനാഗിരി. വിനാഗിരി. ഓക്കെ ഓക്കെ. അപ്പോൾ അത് ഒരു 1/2 ലിറ്റർ ചേർത്ത് മിക്സ് ചെയ്തിട്ട് 4 ദിവസം വെച്ചാൽ മതി. ഓക്കെ. നമുക്ക് 10 ലിറ്റർ ഈ പറയുന്ന ലിക്വിഡ് കാൽസ്യം റെഡിയാണ്. അപ്പൊ അത് 4 ദിവസം കഴിഞ്ഞ് അത് അരിച്ചെടുത്തിട്ട് ആ മുട്ടത്തോട് അടിയിലോട്ട് ഇടുക. ഓക്കെ. ഇത് ഒരു നമ്മൾ ഒരു 200 ml ഓക്കെ ചേർത്ത് ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓക്കെ. 1/2 ലിറ്റർ നമുക്ക് കളിക്ക് ഒളിക്കാം. സിമ്പിൾ. ഫാസ്ഫറസ് ഉളവാക്കിയിട്ട് ഓക്കെ. ഏത് തരത്തിലുള്ള നമുക്ക് വളങ്ങളുടെ കൂടെ ഇത് ചേർത്ത് കൊടുക്കാം. ഓക്കെ. ലോ കോസ്റ്റ് ആണ്. അതെ, ഫാസ്ഫറസ് മാത്രം ഇതിനകത്ത് ചേർത്തില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. ഇത് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബുക്ക് തന്നെ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഈ ലിക്വിഡ് കാൽസ്യം മാത്രമല്ല, നമുക്ക് ലോ കാസ്റ്റ് ആയിട്ട് ഓക്കെ ഉണ്ടാക്കുന്ന പല രീതിയിലുള്ള മെത്തേഡുകൾ. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന ഈ വർഷം പഞ്ചകാവ്യം കൊടുത്ത സ്ഥലങ്ങളിൽ നല്ല റിസൾട്ടാണ്. ഫിഷ് അമിനോ ആസിഡ് കൊടുത്ത സ്ഥലങ്ങളിൽ നല്ല റിസൾട്ടാണ്. ഈ പഞ്ചകാവ്യത്തിന്റെ അവൈലബിലിറ്റി എങ്ങനെയാ സാറേ? അവൈലബിലിറ്റി ഇപ്പോൾ അവൈലബിൾ ആണ്. 1 ലിറ്റർ റേറ്റ് കുറവായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. 1 ലിറ്റർ എനിക്ക് തോന്നുന്നു 120 രൂപ 100 രൂപയ്ക്ക് താഴെയാണ് കിട്ടുന്നത്. ഓക്കെ. പിന്നെ ഫിഷ് അമിനോ ആസിഡ് 60 രൂപയായിട്ട് 70 രൂപയേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ അത് ഉണ്ടാക്കി തരുന്ന കർഷകരുണ്ട്. ഈ പ്രകൃതി കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അത് വേണമെങ്കിൽ നമുക്ക് നമ്പർ താല്പര്യമുള്ളവർ ബന്ധപ്പെടുന്ന നമ്പർ തരാം. ഓക്കെ ഓക്കെ. അപ്പോൾ അത് യൂസ് ചെയ്തവർക്കും നല്ല റിസൾട്ടാണ്. ഓക്കെ ഓക്കെ. അതായത് ഈ കാലാവസ്ഥ മാറ്റം അനുസരിച്ച് ഒരു പ്രകൃതി കൃഷിയും ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. ഓക്കെ. അപ്പോൾ പ്രകൃതി കൃഷിയും വേണം, ജൈവ കൃഷിയും വേണം. അതിനോടൊപ്പം തന്നെ നമ്മൾ വളങ്ങളും രാസ കീടനാശിനികളും ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. അപ്പൊ ഇതെല്ലാം കൂടി വരുമ്പോഴാണ് ഒരു സസ്റ്റൈനബിൾ എപ്പോഴും പറയുന്നതാണ്. അതെ. പിന്നെ നമുക്ക് ചെലവ് കുറഞ്ഞ രീതിയിലുള്ള മാർഗങ്ങളിലോട്ട് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ.